എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു നാരങ്ങാമാല കെട്ടുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങാമാല. എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുകയാണ്. ഡിസംബർ 4-ാം തീയതിയാണ് തൃക്കൊടിയേറ്റം. അപ്പോൾ കൊടിയേറ്റ ദിവസം തന്നെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങാമാല. നാരങ്ങാമാല സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനുമൊക്കെ വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതിനായിട്ട് ചെറുനാരങ്ങ നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം ഇട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ്. അതിന് ശേഷം വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം നമ്മൾ മാല കെട്ടുന്ന നൂലുണ്ടല്ലോ, സാധാരണ കടകളിലൊക്കെ കിട്ടും മാല. നാരങ്ങ കോർക്കുന്നത് ചെറുനാരങ്ങക്ക് 2 മുട്ട് പോലെ 2 കാമ്പുണ്ടല്ലോ, അപ്പം ആ ഭാഗത്തൂടെ അല്ല, ആ ഭാഗം പിടിച്ചിട്ട് അതിൻ്റെ നടുവിൽ കൂടെയാണ് കോർക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി തിരുച്ചെന്തൂർ എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച ചിരപുരാതനമായ ക്ഷേത്ര സങ്കേതമാണ് എളങ്കുന്നപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തിരുച്ചെന്തൂർ എന്ന പേര് വരാൻ കാരണം ഇവിടെ ആരാധിക്കുന്ന വിഗ്രഹം തിരുച്ചെന്തൂരിലെ വിഗ്രഹമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരുച്ചെന്തൂരിൽ പുനഃപ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ വിഗ്രഹം കടലിൽ ഒഴുക്കുകയും അത് ഇവിടെ വന്ന് അടിയുകയും എളങ്കുന്നപ്പുഴയിൽ അത് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം പറയുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിൽ നിരവധി ചടങ്ങുകളുണ്ട്. അതിൽ ചെറിയ വിളക്ക്, വലിയ വിളക്ക്, ലക്ഷദീപം, കച്ചേരിപ്പറ ഇതൊക്കെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ്. 10-ാം ദിവസം തൃക്കാർത്തിക ആറാട്ട്, അതോടുകൂടിയാണ് സമാപനം. മാലയൊക്കെ കെട്ടിക്കഴിഞ്ഞ് അത് ഒരു വാഴയിലയിലാക്കി പൊതിഞ്ഞ് അമ്പലത്തിലേക്ക് സമർപ്പിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായിട്ടാണ് അമ്പലം അലങ്കരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.